ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട രണ്ടാമതൊരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ RAV4 ആണ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ടൊയോട്ടന്റെ വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു RAV4. നമ്മുടെ ഒരു ഫാമിലി സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഹോട്ട് സെല്ലിംഗ്, കാനഡയിലാണെങ്കിലും ഏത് രാജ്യങ്ങളിലാണെങ്കിലും ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ RAV4. അതിന്റെ തന്നെ ഏറ്റവും പുതിയ ഡിസൈനാണ് 2026 ഡിസൈൻ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു 2026ലേക്കൊക്കെ വരുമ്പോഴത്തേനും RAV4ൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇതിന്റെ ഫ്രണ്ട് സ്റ്റൈലിംഗിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് കാണാൻ പറ്റും. അത് അതിന്റെ നടുക്കായിട്ട് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും വീണ്ടും ഒരു ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ആണെങ്കിലും വേറെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കുറച്ചും കൂടെ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ കണ്ടുവന്നേക്കുന്ന ആ ഒരു ഗ്രിൽ ടൈപ്പാണ് ഇതിന് വന്നേക്കുന്നത്. ഇത് നമ്മൾ ഹൈബ്രിഡ് ടൈപ്പാണ്. ഇത് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് മാത്രമേ നമുക്ക് ഈ ഒരു വർഷം നമുക്ക് RAV4ൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു നടുക്കോട്ട് വരുമ്പോഴത്തേനും ടൊയോട്ടോന്റെ ലോഗോ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് കാണുന്ന പോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേനും വീലാർസ് അത്യാവശ്യം നല്ലൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു വീലാർസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ടയേഴ്സിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് പ്രൊഫൈൽ വരുന്നത് 235/60R18 ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് വരുന്നത്. അതിനകത്ത് അലോയ്സ് ഒക്കെ നമുക്കൊരു ഗ്രേ ആൻഡ് ഒരു അലുമിനിയം ഫിനിഷ് ഉള്ള ഒരു അലോയ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് സൈഡ് മിറേഴ്സ് വരുന്നത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് മിറേഴ്സ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു ഡോർ ഹാൻഡിൽസ് വരുന്നത് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു റിക്വസ്റ്റ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതേപോലെ നമുക്ക് ബോൾഡ് ആയിട്ടുള്ള ബോഡി ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സെക്കൻഡ് റോയിന്റെ ഗ്ലാസ് ഒക്കെ ടിൻഡഡ് ഏരിയ ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്യൂൽ ലിഡ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോഴത്തേനും ഇത് ഭയങ്കരമായ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലേക്ക് ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പൊതുവെ നമ്മൾ RAV4 അല്ലെങ്കിൽ ടൊയോട്ടന്റെ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈനിൽ കുറച്ച് പുറകിലേക്ക് നിൽക്കുന്നുള്ള ഒരു പരാതിയുണ്ട്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴത്തേനും ആ ഡിസൈനിന്റെ ആ ഒരു കുറവുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ക്രിസ്റ്റൽ ആ ഒരു ഡിസൈൻ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ HEV ഓൾ വീൽ ഡ്രൈവ്, അതായത് ഹൈബ്രിഡ് സിസ്റ്റം ആണ്. അതുപോലെ ഓൾ വീൽ ഡ്രൈവ് ആണ് വണ്ടി. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമുക്ക് RAV4ന്റെ ആ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. ടൊയോട്ടയുടെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്ക് നമുക്ക് കാണാം. ഇതൊക്കെ ആയിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ബാക്കിൽ നിന്ന് ഇതുപോലെയാണ് നമുക്ക് ഇതിന്റെ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത്. വളരെ ഒരു ഗ്ലാസി, നമ്മൾ ഇപ്പോൾ ഒരുപാട് വണ്ടികളിൽ നമ്മൾ ഹ്യുണ്ടായിന്റെ വണ്ടികളിലൊക്കെ കണ്ട അതേ ഒരു ഗ്ലാസി ഫിനിഷ് ഇതിലേക്ക് നമുക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് ലിമിറ്റഡിന്റെ ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നമുക്ക് ഇതിന്റെ ഒരു സൈഡ് വ്യൂ വരുന്നത്. ഇതാണ് നമ്മുടെ ആ പുതിയ RAV4ന്റെ എഞ്ചിൻ ബേ വരുന്നത്. എഞ്ചിൻ ബേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പണ്ട് നമ്മുടെ നേരത്തെ കണ്ടിരുന്ന RAV4ലൊക്കെ ആ സിമിലർ എഞ്ചിൻ ബേ ആണ്. ഹൈബ്രിഡ്സിലൊക്കെ കണ്ട ആ ഒരു എഞ്ചിൻ ബേ തന്നെയാണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. മാനുവൽ ആയിട്ട് പൊക്കി വെക്കുന്ന ആ ഒരു സ്റ്റഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പ്രൈസിങ് വരുന്നത് $40,000 ആണ് നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത്. RAV4ന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ നമ്മളിത് ഇലക്ട്രോണിക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഇതിന്റെ ഒരു സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇതിന്റെ ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വരുന്നുണ്ട്. ലൈറ്റ്സ് വരുന്നുണ്ട്. JBL സ്പീക്കേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ടയേഴ്സ് വരുന്നുണ്ട്. ടയേഴ്സ് നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ടയേഴ്സ് വരുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇലക്ട്രോണിക്കലി നമുക്ക് ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് മെമ്മറി സീറ്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു എന്താ പറയുക പുതിയൊരു ഡിസൈനോട് കൂടിയുള്ള സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾ, റൈറ്റ് സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ക്രൂസ് കൺട്രോളിലെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഒരു ഫുള്ളി നമുക്കൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്ന ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിൽ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതിന് താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, EV മോഡ്സ് വരുന്നുണ്ട്, ട്രെയിൽ, അതുപോലെ നോർമൽ അങ്ങനത്തെ മോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഗിയർ സെലക്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ആ ഒരു ഗിയർ സെലക്ടർ യൂസ് ചെയ്ത് നമുക്ക് ഗിയർ മാറ്റുക പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ വണ്ടിക്കകത്ത് ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ JBLന്റെ സൗണ്ട് സിസ്റ്റമാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പനോറമിക് സൺറൂഫ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ആംബ്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് വരുന്നത്. പക്ഷേ ഇപ്പം എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ വന്നുകൊണ്ട് ഇത് ഓപ്പൺ ആവുന്നില്ല. പക്ഷെ
ഇതാണ് ഇതിൻ്റെ ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വരുന്നത്. പാസഞ്ചർ സൈഡ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു പാസഞ്ചർ സൈഡ് വരുന്നത്. നമുക്ക് ഗ്ലോ ബോക്സിലേക്ക് വരുമ്പോഴത്തേനും ഡീസൻറ്റ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. സീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ലെതർ സീറ്റ്സ് വരുന്നുണ്ട്, നല്ലൊരു ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു സീറ്റ്സ് ഒക്കെ വരുന്നത് ഇതേപോലത്തെ ലെതർ സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒരു ഗ്രേ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ഫിനിഷ് ഉള്ള ഒരു സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്, ആംറസ്റ്റ് വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് 2 USB Type-C ചാർജിങ് പോർട്സ് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഹീറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും AC വെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ സീറ്റ്സിന്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഫയലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ അകത്തെ സ്പേസ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഇപ്പൊ ബാക്ക് സീറ്റ് അത്യാവശ്യം ബാക്കിലേക്ക് ആക്കിയിട്ടേക്ക് വന്നിട്ടും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക്